Hi all, welcome back to day 5 of PYQ Blitz 25 a day. First question, a class is declared inside a class. ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ബട്ട് ഔട്ട്സൈഡ് എ മെത്തേഡ്. പക്ഷെ മെത്തേഡിന് പുറമെയാണ്. അങ്ങനെയുള്ള ക്ലാസ്സസിനെ എന്താണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തത് അനോണിമസ് ഇന്നർ ക്ലാസ് ആണ്. അനോണിമസ് ഇന്നർ ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട് എ എന്ന പേരിൽ. ഓക്കെ, അതിനകത്ത് ഞാനൊരു മെത്തേഡ്, എനിക്കൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ മെയിൻ ക്ലാസ് സേ പബ്ലിക് ക്ലാസ് മെയിൻ, ഒരു മെയിൻ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ ചെയ്യുവാണ്, എൻ്റെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇവിടെയാണ് ഈ മെയിൻ ക്ലാസ്സിനകത്ത്. എന്നിട്ട് ഞാൻ എൻ്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ പാസ് ചെയ്തിട്ട് അത് വിളിച്ചു. ദെൻ അതിനകത്ത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇസ് ഈക്വൽ ടു ന്യൂ എ ഓഫ് എന്നും പറഞ്ഞിട്ട്. യൂഷ്വലി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിക്കോളനല്ലേ വിളിക്കുക. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിലേക്ക് കൺട്രോൾ പോവുകയും ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്യപ്പെടുകയും ചെയ്യാണ് ഉണ്ടാവുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, കേളി ബ്രേസസ് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ കേളി ബ്രേസസിനകത്ത് ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിലുള്ള ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതുവാണ് ഇതിനകത്ത്. ദെൻ ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് അത് ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ ഈ എ ഒ ബി ജെ ന്യൂ എ ഓഫ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ടു. സോ സി ഈ ഒരു ലൈനിൽ, അതായത് നമ്മൾ നോക്കിക്കേ, സിംഗിൾ എക്സ്പ്രഷൻ ആണ് ഇത്. ഇതിനകത്താണ്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ അവസാനിക്കുന്ന ഒരു സിംഗിൾ എക്സ്പ്രഷൻ അകത്ത് ഞാനൊരു പേരില്ലാത്ത ക്ലാസ് ഡിക്ലെയർ ചെയ്ത് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് പാർട്ട്, ഈ കേളിംഗ് ബ്രേസസ് സ്റ്റാർട്ട് തൊട്ട് എൻഡിങ് വരെയുള്ള പാർട്ടിനെ നമുക്ക് വേണമെങ്കിൽ അനോണിമസ് ഇന്നർ ക്ലാസ് എന്ന് വിളിക്കാം. നമുക്ക് വേണ്ടത് അതാണോ? നമുക്ക് വേണ്ടത് എന്താണ്? ക്ലാസ് ഇസ് ഡിക്ലെയർഡ് ഇൻസൈഡ് എ ക്ലാസ് ബട്ട് ഔട്ട്സൈഡ് എ മെത്തേഡ്. അപ്പോ നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തായാലും റൈറ്റ് അല്ല. ഇനി മൂവിങ് ടു ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയുടെ കാര്യത്തിൽ മെമ്പർ ഇന്നർ ക്ലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ഔട്ടർ ക്ലാസ് ഉണ്ട്, അതിനകത്ത് ഞാനൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ട്രിങ് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഹലോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഇന്നർ ക്ലാസ് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാണ്. സോ ഈ ക്ലാസ്സിനകത്ത്, ഈ ഔട്ടർ ക്ലാസ്സിനകത്ത് ഞാനൊരു ഒരു ഇന്നർ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നുവെങ്കിൽ അതിനെ മെമ്പർ ഇന്നർ ക്ലാസ് എന്നാണ് വിളിക്കുക. ഇതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാം, മെത്തേഡോ അല്ലെങ്കിൽ എന്ത് ഫങ്ഷണാലിറ്റി ആണ് വെച്ചാൽ എനിക്കത് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രൈവറ്റ് സ്ട്രിങ് എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിലും ഈ ക്ലാസ്സിന് അത് ആക്സസിബിൾ ആണ്. ഞാൻ എൻ്റെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു. ദെൻ ഞാൻ എൻ്റെ ഇന്നർ ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ഞാൻ എൻ്റെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതിയിട്ട് എന്ത് ചെയ്യാണ്, ഔട്ടർ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മെയിൻ എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ടർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഞാൻ ഓ എന്നുള്ള പേരിലാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ന്യൂ ഔട്ടർ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുക അല്ലെ. പക്ഷെ ഈ ഇന്നർ ക്ലാസ് ഉണ്ടല്ലോ, അതിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഔട്ടർ ക്ലാസ്സിനകത്തുള്ള ഇന്നർ ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ നെയിം സേ ഐ എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതാം, ഔട്ടർ ഡോട്ട് ഇന്നർ ഒബ്ജക്ട് നെയിം ഇസ് ഈക്വൽ ടു ഔട്ടർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓ എന്ന പേരിൽ, അത് ഡോട്ട് ന്യൂ ഇന്നർ ഓഫ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഇന്നർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇത്രയും കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിന് താഴെയായിട്ട് ഞാൻ താഴെ നെക്സ്റ്റ് പേജിൽ എഴുതുവാണേ. എനിക്ക് വേണമെങ്കിൽ ഐ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വേരിയബിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നർ ക്ലാസിന്റെ ഐ ഡോട്ട്, ഇപ്പൊ സപ്പോസ് ഞാൻ ആ ഇന്നർ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു മെത്തേഡിന്റെ നെയിം സേ ലെറ്റ് ഇറ്റ് ബി സം ഡിസ്പ് ഓർ സംതിങ്, ഡിസ്പ്ലേ ചെയ്യാനുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഐ ഡോട്ട് ഡിസ്പ്ലേ എന്നും പറഞ്ഞിട്ട് എനിക്ക് ആ മെത്തേഡിനെ ഇവിടെ ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ആ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സിസ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ഹലോ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ഇതാണ്. നമുക്കൊരു ഔട്ടർ ക്ലാസ് കാണും, അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്നർ ക്ലാസ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഇന്നർ ക്ലാസ് ഒരു മെത്തേഡിന്റെ പുറത്താണ്, ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനകത്തോ അല്ലെങ്കിൽ വോയിഡ് ഡിസ്പ് എന്ന് പറയുന്ന മെത്തേഡിനകത്തോ അല്ല. ഇതിനെല്ലാം പുറത്താണ് കിടക്കുന്നത്. മാത്രമല്ല
ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്നർ ക്ലാസ്സിന് ഈ ഔട്ടർ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള അത് അല്ലെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് വേരിയബിൾസ് ആക്സസ് ചെയ്യാനും പറ്റും. സോ ഒരു മെമ്പർ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റാറ്റിക് ഇന്നർ ക്ലാസ് ആണ്. അതായത് ഒരു ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, പക്ഷെ ഒരു മെത്തേഡിന്റെ പുറത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ ഉള്ളത്, അതിന് ഔട്ടർ ക്ലാസിന്റെ എല്ലാ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻക്ലൂഡിങ് പ്രൈവറ്റ് വൺസ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എ ക്ലാസ് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് എ ക്ലാസ് ബട്ട് ഔട്ട്സൈഡ് എ മെത്തേഡ്. ഇറ്റ് ഈസ് നോൺ ആസ് മെമ്പർ ഇന്നർ ക്ലാസ്. അനോണിമസ് ഇന്നർ ക്ലാസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ സിംഗിൾ എക്സ്പ്രഷനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യും, ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യും ചെയ്യുന്ന ക്ലാസ്സസ് ആണ് അനോണിമസ് ഇന്നർ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും റൈറ്റ് ഓപ്ഷൻ ബി ആണ് മെമ്പർ ഇന്നർ ക്ലാസ്. ബട്ട് നമുക്ക് ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസും കൂടെ എന്താണ് എന്ന് നോക്കി നോക്കാം. ഓപ്ഷൻ സി, ലോക്കൽ ഇന്നർ ക്ലാസ്. ലോക്കൽ ഇന്നർ ക്ലാസ് എന്ന് പറയുമ്പോൾ സേ എനിക്കൊരു ക്ലാസ് ഉണ്ട്, ഔട്ടർ ക്ലാസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഞാനൊരു മെത്തേഡ് ഔട്ട് മെത്തേഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ക്ലാസ് ലോക്കൽ ഇന്നർ എന്ന പേരിലൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിനകത്ത് എനിക്ക് വേണ്ട കണ്ടന്റ്സ് ഒക്കെ എഴുതാം. ഓക്കെ, ഇത്തരത്തില് ഒരു ക്ലാസ്സിനകത്തുള്ള മെത്തേഡിനകത്ത് നമ്മളൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലോക്കൽ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിനകത്തുള്ള മെമ്പേഴ്സിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ മാത്രമേ ഈ ക്ലാസ്സിൽ, ഈ ലോക്കൽ ഇന്നർ ക്ലാസ്സിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് അവർ ഓപ്ഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം അത് നമ്മുടെ ആൻസർ അല്ല. ഇനി ഫോർത്ത് വൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ്സസ്. വേറൊന്നുമല്ല, ഒരു സ്റ്റാറ്റിക് ക്ലാസ് മറ്റൊരെണ്ണത്തിന്റെ ഇൻസൈഡ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അൺലൈക്ക് അതർ ഇന്നർ ക്ലാസസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദി ഔട്ടർ ക്ലാസ് ടു ബി ഇൻസ്റ്റൻഷിയേറ്റഡ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ്സസ് ആണ് പറയുന്നത് കേട്ടോ. സോ ക്ലാസ് ഔട്ടർ എന്ന പേരിലുള്ള ഒരു ക്ലാസ് ഉണ്ട് എനിക്ക്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ്സസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റാറ്റിക് ക്ലാസ്, സ്റ്റാറ്റിക് നെസ്റ്റഡ്. അതിനകത്ത് എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മെത്തേഡ് എഴുതണമെങ്കിൽ അത് എഴുതാം. ഇതിനകത്ത് ഞാൻ ഡെഫിനേഷൻ കൊടുക്കുകയാണ്. സിസ് ഔട്ട് എഴുതാണ് എൻ്റെ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മെത്തേഡ് ക്ലോസ് ചെയ്തു. ദെൻ എൻ്റെ സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് വേണമെങ്കിൽ എൻ്റെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതിയിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം? ഔട്ടർ ക്ലാസിന്റെ നെയിം ഡോട്ട് ഇന്നർ ക്ലാസിന്റെ സ്റ്റാറ്റിക് നെസ് എന്നല്ലേ നമ്മൾ പേര് കൊടുത്തിട്ടില്ല, ഇന്നർ ക്ലാസിന്റെ പേര്, എന്നിട്ടൊരു ഒബ്ജക്റ്റ്. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ന്യൂ ഔട്ടർ ക്ലാസിന്റെ നെയിം ഡോട്ട് ഇന്നർ ക്ലാസിന്റെ നെസ്റ്റഡ് സ്റ്റാറ്റിക് ഇന്നർ ക്ലാസിന്റെ പേര് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ NES എന്ന് പറയുന്ന നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്പ്ലേ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് ഈസ് ഹൗ സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ്സസ് ആർ ഓർഗനൈസ്ഡ്. നിങ്ങൾക്ക് എല്ലാത്തിനും ഡിഫറൻസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കൂ കേട്ടോ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ, ഭയങ്കര എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി പോയി. JVM സ്റ്റാൻഡ്സ് ഫോർ, നമുക്കത് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജാവ വിർച്വൽ മെഷീൻ, വിച്ച് ഈസ് ഓപ്ഷൻ ഡി. ഞാനിത് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What type of constructor is used to provide different values to the distinct objects? അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഏതോ ഒരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. വിച്ച് ഈസ് ഓപ്ഷൻ ബി, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ ഓവർലോഡിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരാമീറ്റേഴ്സിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് യൂസ് ടു പ്രൊവൈഡ് ഡിഫറെന്റ് വാല്യൂസ് ടു ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. ഇനി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് വാല്യൂസ് വെച്ചോ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് വാല്യൂസ് വെച്ചോ ഒബ്ജക്ട്സിനെ ഇനീഷ്യലൈസ് ചെയ്യുന്ന കൺസ്ട്രക്ടേഴ്സ്. ഇതിനകത്ത് ആർഗ്യുമെന്റ്സ് എടുക്കില്ല ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സിനകത്ത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഓവർലോഡിംഗ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിഫൈനിങ് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് വിത്ത് ഡിഫറെന്റ് പാരാമീറ്റർ ലിസ്റ്റ് ബട്ട് ഡസ് നോട്ട് നെസസറിലി പ്രൊവൈഡ് ഡിഫറെന്റ് വാല്യൂസ് ടു ഒബ്ജക്ട്സ്. അതുകൊണ്ട് ഇത് ആൻസർ ആവണമെന്നില്ല. പിന്നെ നൺ ഓഫ് ദ എബവ്, ദാറ്റ്സ് വി ആർ നോട്ട് കൺസിഡറിങ് അറ്റ് ഓൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് കൺട്രോൾസ് ഡസ് AWT സപ്പോർട്ട്? AWT java.awt നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടായിരുന്നു. AWT സ്റ്റാൻഡ്സ് ഫോർ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. ജാവയ്ക്ക് അകത്തുള്ള AWT, അതായത് ഈ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറയുന്നത് 7 ടൈപ്സ് ഓഫ് കൺട്രോൾസ് അല്ലെങ്കിൽ 7 ടൈപ്സ് ഓഫ് കോമ്പണൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, GUI എലമെന്റ്സ്. ഓക്കെ, ഏതൊക്കെയാണ് ആ 7 കൺട്രോൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ടൺ, ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലിക്കബിൾ ബട്ടൺ. ഓക്കെ, നമ്മൾ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ AWT നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ലേബൽ എന്ന് പറയുമ്പോൾ ഒരു നോൺ എഡിറ്റബിൾ ടെക്സ്റ്റ് ഫീൽഡ്. ഇനി തേർഡ് വൺ എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് ഫീൽഡ്, അതായത് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർത്ത് വൺ ടെക്സ്റ്റ് ഏരിയ നമ്മൾ അഡ്രസ് ഒക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡിനെയാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ചെക്ക് ബോക്സ് എന്ന് പറയുമ്പോൾ ബോക്സ് ദാറ്റ് ക്യാൻ ബി ചെക്ക്ഡ് ഓർ അൺചെക്ക്ഡ്. ഇനി നെക്സ്റ്റ് ചോയ്സ്. ഇത് വേറൊന്നുമല്ല, ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്, ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനെയാണ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെവൻത്ത് വൺ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി സെലക്ടഡ്. ഓക്കെ, ലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of inheritance one superclass have more than one subclass? Okay, അതായത് ഒരു സൂപ്പർ ക്ലാസ് ഉണ്ട്, അതിന് മൾട്ടിപ്പിൾ സബ് ക്ലാസ്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. B and C D. ഇത് ഏത് ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര ഈസിയാണ്. ഒരു സിംഗിൾ സൂപ്പർ ക്ലാസ് ഹാസ് മൾട്ടിപ്പിൾ സബ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്, മീൻ ചെയ്യുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ A to B, ഒറ്റ സബ് ക്ലാസും സൂപ്പർ ക്ലാസും മാത്രമേ കാണൂ. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോഴോ, ജാവയ്ക്കകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ ജാവയുടെ സെഷൻ ഊപ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കാര്യകാരണ സഹിതം എക്സാമ്പിളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പക്ഷെ CPP പോസിബിൾ ആണ്. ഇതെങ്ങനെയാ ഇംപ്ലിമെന്റ്, ഇതെങ്ങനെയാ നമ്മൾ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുക വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. A എന്ന് പറയുന്ന ക്ലാസ്സും B എന്ന് പറയുന്ന ക്ലാസ്സും എന്ത് ചെയ്യുന്നു, ഇത് 2 സൂപ്പർ ക്ലാസ്സസ്, പിന്നെ C എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്. ഈ ഒരു സെനാരിയോ. ഓക്കെ, ഇത് പോസിബിൾ അല്ല എന്ന് പറയുന്നതിന് കാരണം ജാവയ്ക്കകത്ത് ഇതിനകത്ത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വന്നു എന്ന് വിചാരിക്കാം. ഈ ഒരു ക്ലാസ്സിനകത്തും ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വന്നു എന്ന് വിചാരിക്കാം. ഈ 2 ക്ലാസ്സസും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടല്ലോ C, അത് ആകെ കൂടെ ഒരു ആശയക്കുഴപ്പത്തിലാവും, ഒരു ആംബിഗ്യൂറ്റി അവിടെ ജനറേറ്റ് ആവും. ഏത് ഫംഗ്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമ്മൾ ജാവയ്ക്കകത്ത് ഡയറക്ട്ലി ക്ലാസ്സസ് വെച്ചിട്ട് പോസിബിൾ അല്ല. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇന്റർഫേസസ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി D എന്ന് പറയുമ്പോൾ ഓപ്ഷൻ D മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് അല്ലേ, അതായത് A സൂപ്പർ ക്ലാസ്, അത് എക്സ്റ്റെൻസ് B ആൻഡ് ദെൻ ദർ ഈസ് അനദർ ക്ലാസ് വിച്ച് എക്സ്റ്റെൻസ് C. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് വൺ സൂപ്പർ ക്ലാസ് ഹാവ് മോർ ദാൻ വൺ സബ് ക്ലാസസ്. അതാണ് ഇത് ഓപ്ഷൻ എ, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which allows you to define one interface and have multiple implementations. One interface and multiple implementation. One to many. Okay, അതാണ് ഉദ്ദേശിക്കുന്നത്, which is polymorphism. Polymorphism ആണ് എന്ത് ചെയ്യുന്നത്? It allows one interface to have multiple implementations. അതായത് ഒരു സിംഗിൾ ഫംഗ്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഇന്റർഫേസ് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ വേസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെന്റ് ക്ലാസ്സസിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എൻ്റെ പക്കലൊരു ഇന്റർഫേസ് ഉണ്ട്, let it be named animal. അതിനകത്തൊരു മെത്തേഡ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, void sound എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, ഇന്റർഫേസിൻ്റെ അത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ദെൻ ഐ ഹാവ് എ ക്ലാസ് dog which implements animal. ഈ ആനിമൽ എന്ന് പറയുന്ന ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്ലാസ് ആണ് ഡോഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, പബ്ലിക് വോയിഡ് സൗണ്ട് എന്ന് പറയുന്ന ആ മെത്തേഡ്, ഈ ഇന്റർഫേസിനകത്തുള്ള മെത്തേഡിന്റെ ഇംപ്ലിമെന്റേഷൻ എഴുതാണ്. അത് ഞാൻ പറയാണ് system.out.println. ഇൻ കേസ് ഡോഗിനകത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറയാണ്, ഞാൻ ബാർക്ക് ചെയ്യാനായിട്ട് പറയാണ്, ബാക്സ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ദെൻ എൻ്റെ ക്ലാസിൻ്റെ കർലി ബ്രേസും എൻഡ് ചെയ്തു. ദെൻ ഐ ഹാവ് അനദർ ക്ലാസ്, ക്യാറ്റ് ആണെന്ന് വിചാരിക്കാം. ദിസ് ഓൾസോ ഇംപ്ലിമെന്റ്സ് ആനിമൽ. ഓക്കെ, സോ ഇതിനകത്തും ഞാൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന പബ്ലിക് വോയിഡ് സൗണ്ട് എന്ന് പറയുന്ന ആ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. ഞാൻ സിസ് ഔട്ട് ചെയ്യാണ്. ക്യാറ്റ് എന്താ ചെയ്യുക, ആക്ച്വലി മ്യൂസ് അല്ലേ ചെയ്യുന്നത്. ഡോഗ് ബാക്കി ചെയ്യുകയാണെങ്കിൽ ക്യാറ്റ് മ്യൂസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ക്യാറ്റ് വരുന്ന കേസിൽ ഞാൻ പറയുവാണ് മ്യൂസ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, നൗ ഐ ആം ക്ലോസിങ് ദിസ് ക്ലാസ് ആസ് വെൽ, ക്യാറ്റ് ക്ലാസ് ആസ് വെൽ. ഇനി എൻ്റെ മെയിൻ ഫംഗ്ഷൻ നെക്സ്റ്റ് പേജിലാണ് എഴുതുന്നത്. അതായത് പബ്ലിക് ക്ലാസ് മെയിൻ. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, എൻ്റെ മെയിൻ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ഒക്കെ പാസ് ചെയ്ത് വിളിച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ ആനിമൽ എന്ന് പറയുന്ന ഇന്റർഫേസിന് എന്ത് ചെയ്യാണ്, മൈ ഡോഗ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ന്യൂ ഓഫ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ദെൻ അഗൈൻ ഞാൻ അനിമലിന് വേറൊരു ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്, മൈ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ക്യാറ്റിന്റെ ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ മൈ ക്യാറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ദെൻ എനിക്ക് ഡോഗ് ബാർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ മൈ ഡോഗ് ഡോട്ട് സൗണ്ട്, നമ്മൾ സൗണ്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് 2 ക്ലാസ്സസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആനിമൽ എന്ന് പറയുന്ന ഇന്റർഫേസിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്ന സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഈ ആനിമൽ ഏതൊക്കെ ക്ലാസ്സസിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ ആ മെത്തേഡ്, സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡിന്റെ ഡെഫിനിഷൻ എഴുതി. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, സൗണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ബാർക്സ് എന്നുള്ളതായിരിക്കും ഔട്ട്പുട്ട് കൺസോളിൽ വരിക. ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻവോക്കിംഗ് സൗണ്ട് യൂസിങ് മൈ ക്യാറ്റ് ഒബ്ജക്ട്, സോ ദാറ്റ് ടൈം എൻ്റെ ഔട്ട്പുട്ട് കൺസോളിൽ മ്യൂസ് എന്ന് പറഞ്ഞിട്ടാവും വരിക. ഞാൻ മെയിൻ ക്ലോസ് ചെയ്തു, എൻ്റെ ക്ലാസ്സും ക്ലോസ് ചെയ്തു. പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് ഇടുമ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലാസ് നെയിം പറഞ്ഞാൽ മതി ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, ആനിമൽ ഇന്റർഫേസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്ലാസ്സസ്, ഡോഗ് എന്ന ക്ലാസ്സും അതുപോലെ തന്നെ ക്യാറ്റ് എന്ന ക്ലാസ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് പോളിമോർഫിസത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ബാക്കി ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് വന്നത്. എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ഡേറ്റ ഹൈഡിങ് ആൻഡ് ബണ്ടിലിംഗ് ഓഫ് ഡേറ്റ വിത്ത് മെത്തേഡ്സ്. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് അവർ ആൻസർ. ഇനി ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് നമ്മൾ പല പ്രാവശ്യമായി കാണുന്നു. വൺ ക്ലാസ് അക്വയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് അനദർ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താവണമെന്നില്ല, ഡസ് നോട്ട് നെസസറിലി പ്രൊവൈഡ് മൾട്ടിപ്പിൾ ഇംപ്ലിമെന്റേഷൻസ് ഓഫ് ആൻ ഇന്റർഫേസ്. ഓക്കെ, സോ ദാറ്റ് കനോട്ട് ബി റൈറ്റ്. പിന്നെ നൺ ഓഫ് ദ എബവ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ പ്രിസർവ്സ് ദ സൈൻ ഓഫ് ദി വാല്യൂ? നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. ഇത് ആക്ച്വലി ചെയ്യുന്നത് മൂവ്സ് ബിറ്റ്സ് ടു ദ ലെഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഓൾറെഡി ഇത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. കാരണം നമ്മൾ റൈറ്റ് ഷിഫ്റ്റിന്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൗ കമ്മിങ് ടു ഓപ്ഷൻ ബി. ഇത് കാണിക്കുന്നത് റൈറ്റ് ഷിഫ്റ്റ് ആണ്. മാത്രവുമല്ല ഇറ്റ് പ്രിസർവ്സ് ദ സൈൻ ഓഫ് ദ വാല്യൂ വൈൽ ഷിഫ്റ്റിംഗ് ദ ബിറ്റ്സ് ടു ദ റൈറ്റ്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും ഒരു 0 എന്ത് ചെയ്യും,
റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ഒരു 1 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് സൈൻ പ്രിസർവ് ചെയ്യുന്ന അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നതാണ് ഈ ബിയിൽ നമ്മൾ കാണുന്ന ഈ 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾസ്. ഓക്കെ, ഇനി റിമൈനിങ് ഓപ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു. ഇത് ആക്ച്വലി എന്താ പറയാ, കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ആൻഡ് അസൈനിങ് ദ റിസൾട്ട്, അതാണ് ഇവിടെ നടക്കുന്നത്. സോ ഇത് ഇൻകറക്റ്റ് ആണ്. ദെൻ ഇവിടെ ഓപ്ഷൻ ഡിയുടെ കേസിൽ എന്താണ് ചെയ്യുന്നത്? ഇതൊരു കോമ്പൗണ്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അതായത് എക്സ് റൈറ്റ് ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഇതിന്റെ മീനിങ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈറ്റ് ഷിഫ്റ്റ് 2. ബിറ്റ്വൈസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആയിരിക്കും എക്സിലേക്ക് അസൈൻ ചെയ്യുക. അതായത് നമുക്ക് വേണ്ടത് എന്താണ്? റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ പ്രിസർവ്സ് ദ സൈൻ ഓഫ് ദ വാല്യൂ, അതായത് അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ്. അതിന്റെ ആ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിൽ കാണിച്ചിരിക്കുന്നതാണ്. Let's move to the next question. What is it called if an object has its own life cycle and there is no owner? നമുക്ക് 1 by 1 ആയിട്ട് ഓപ്ഷൻസ് നോക്കാം. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് an object, അത് ചൈൽഡ് ഒബ്ജക്റ്റ് ആയിരിക്കണം കേട്ടോ, can exist independently of the parent object. അതായത് ചൈൽഡ് ഒബ്ജക്റ്റിന് അതിൻ്റെതായിട്ടുള്ള ലൈഫ് സൈക്കിൾ കാണും. ഓക്കെ, അതുപോലെ തന്നെ ആ ലൈഫ് സൈക്കിള് പാരന്റ് അല്ല ഓൺ ചെയ്യുന്നുണ്ടായിരിക്കാം. അഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഹാസ് എ റിലേഷൻഷിപ്പ് വിത്ത് വീക്ക് ഓണർഷിപ്പ്. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ ആക്ച്വലി. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സേ ഐ ഹാവ് എ ക്ലാസ് ഡിപ്പാർട്ട്മെന്റ്, ഡി എന്നാണ് ഞാൻ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു വേരിയബിൾ സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ കൺസ്ട്രക്ടർ, ഡിയുടെ കൺസ്ട്രക്ടർ സ്ട്രിങ് നെയിം വിളിക്കുന്നു. ദെൻ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പാസ് ചെയ്ത് വരുന്ന ആ സ്ട്രിങ് നെയിം ആയിട്ട് കൊടുക്കുന്നു. ദെൻ ഈ ഡി ഞാൻ ക്ലോസ് ചെയ്യുന്നു. ദെൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ടർ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ എൻ്റെ അടുത്ത ക്ലാസ് സ്റ്റുഡൻറ് എസ് വെച്ചിട്ടാണ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? സ്ട്രിങ് സ്റ്റുഡൻറ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഡി എന്ന് പറയുന്നതാണ് ആക്ച്വലി അഗ്രിഗേഷൻ. അതായത് സ്റ്റുഡൻറ് ഹാസ് എ ഡിപ്പാർട്ട്മെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്? സ്റ്റുഡന്റിന്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് സ്ട്രിങ് സ്റ്റുഡന്റ് നെയിം കോമ ഡിപ്പാർട്ട്മെന്റ് ഡി, ഈ ഒരു സംഭവം കൂടെ ഞാൻ, ഈ ഒരു ഒബ്ജക്റ്റും കൂടെ ഞാൻ പാസ് ചെയ്യാണ്. ദെൻ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനകത്ത് ദിസ് ഡോട്ട് സ്റ്റുഡന്റ് നെയിം എസ് നെയിം ഇസ് ഈക്വൽ ടു എസ് നെയിം വിളിച്ചു. ദെൻ ദിസ് ഡോട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡി എന്നുള്ള ഒബ്ജക്റ്റ് ലേക്ക് എന്ത് ചെയ്തു? ഡി പാസ് ചെയ്തു, ഞാൻ അസൈൻ ചെയ്തു. ദെൻ ഞാൻ ആ കൺസ്ട്രക്ടർ ക്ലോസ് ചെയ്തു. ദെൻ എൻ്റെ ക്ലാസ് എസ് ക്ലോസ് ചെയ്തു. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചേക്കണേ. അതായത് അവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പബ്ലിക് ക്ലാസ് അഗ്രിഗേഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന ഫംഗ്ഷൻ എഴുതി. ഇനി അതിലെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഡി. ഈ ക്ലാസ്സിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്ത് ചെയ്യാണ്? CS കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യാണ്. ഓക്കെ, ഇനി നോക്കൂ, സ്റ്റുഡന്റിന്റെ എസ് എന്ന് പറയുന്ന ക്ലാസ് അല്ലേ ആയിരുന്നേ നമ്മുടെ? യെസ്, സ്റ്റുഡന്റിന്റെ ക്ലാസ് എസിന്റെ ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് സ്റ്റുഡന്റ് ഇസ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡന്റ് ക്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അനു എന്ന പേരിൽ ഒരാളെ, അനു എന്നുള്ളത് സ്റ്റുഡന്റ് നെയിമായിട്ടും ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഡി. ആ ഡിയും ഞാൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എൻ്റെ ആദ്യത്തെ ഈ ഒരു ലൈൻ എക്സിക്യൂഷനിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെ
നെയിം വേരിയബിൾ എന്ത് ചെയ്യണം, CS എന്നുള്ള പേരിൽ ഇനീഷ്യലൈസ് ചെയ്യണം. ഈ സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടല്ലോ എൻ്റെ, അതായത് ഫസ്റ്റ് ഞാൻ സ്റ്റുഡന്റ് നെയിമും ദെൻ ഡിപ്പാർട്ട്മെന്റും പാസ് ചെയ്യുന്നത്. ഈ പേര് വെച്ചിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് CS വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്യണം അല്ലേ. എന്നിട്ട് ഞാൻ പറയാണ് ഇനി ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. എന്താണ് S1 ഇത് കേട്ടോ, ഡോട്ട് സ്റ്റുഡന്റ് നെയിം പ്ലസ് ബിലോങ്സ് ടു, ഞാൻ പറയാണ് S1 ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം. ഓക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഈ അഗ്രിഗേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ക്ലാസ് ഡി, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്ലി എക്സിസ് ഓഫ് സ്റ്റുഡന്റ് ക്ലാസ്. ഞാനിപ്പോ ഈ സ്റ്റുഡന്റ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, S1 എന്ന് പറയുന്നത്, അത് ഞാൻ ഡിലീറ്റ് ചെയ്താലും ഡിപ്പാർട്ട്മെന്റ് വിൽ സ്റ്റിൽ എക്സിസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ വി ആർ സെയിങ് ദാറ്റ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് വൺ. അതായത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇഫ് എൻ ഒബ്ജക്ട് ഹാസ് ഇറ്റ്സ് ഓൺ ലൈഫ് സൈക്കിൾ ആൻഡ് ദർ ഈസ് നോ ഓണർ, വേറെ ഓണർ ഒന്നും ഇല്ല, അത്തരത്തിലുള്ള കേസിൽ നമുക്ക് എന്ത് പറയാം, അഗ്രിഗേഷൻ ആണ്. ആ റിലേഷൻഷിപ്പ് ഒരു ഹാസ് എ റിലേഷൻഷിപ്പ് ഉണ്ട്, വീക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ. കോമ്പോസിഷന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഒബ്ജക്ട്സ് എല്ലാം ഫുള്ളി ഡിപ്പെൻഡന്റ് ആയിരിക്കും കോമ്പോസിഷൻ. ഓക്കെ, അതായത് പാരന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡും ഡിലീറ്റഡ് ആവും. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ അഗ്രിഗേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു സ്റ്റുഡന്റ് ഇല്ല എങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് എക്സിസ്റ്റ് ഈവൺ ഇഫ് ദ സ്റ്റുഡന്റ് ഈസ് നോട്ട് ദർ. ഓക്കെ. ഇനി കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൗസും അതുപോലെ തന്നെ കുറെ റൂംസും ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഹൗസ് ഡിസ്ട്രോയ് ചെയ്യുവാണെങ്കിൽ റൂംസ് ഡു നോട്ട് എക്സിസ്റ്റ് എനിമോർ, അതാണ് കോമ്പോസിഷനിൽ പറയുന്നത്. ഇനി കമ്മിങ് ടു എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ ആക്ച്വലി ഹൈഡിങ് ഡേറ്റയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിന്റെ ക്ലാസ് മെമ്പേഴ്സിന് മാത്രമാണ് ആക്സസ് കൊടുക്കുള്ളൂ. അതാണ് ആ ഒരു എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ. സോ ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ലൈഫ് സൈക്കിൾ ആൻഡ് ഓൾ. ഓക്കെ, സോ ദിസ് ഇസ് റോങ്. ഇനി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇറ്റ്സ് എ ജനറൽ ടേം ദാറ്റ് റെപ്രസെന്റ്സ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസസ്. സോ ടൈപ്പ് ഓഫ് അസോസിയേഷൻ മാത്രമാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ബട്ട് അസോസിയേഷൻ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ആവുന്നില്ല. Okay, I hope you got the point. Let's move to the next question. What is the return type of constructor? Int, float, void, none of the mentioned. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺസ്ട്രക്ടേഴ്സിന് റിട്ടേൺ ടൈപ്പ് കാണില്ല. So the right option is option D. Moving to the next question. Which of these is an incorrect array declaration? Incorrect ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Int array of new int of 5. ഇത് കറക്റ്റ് സിന്റാക്സ് ആണ്. ഓപ്ഷൻ ബി നോക്കിയേ, ഇന്റ് ഓഫ് array is equal to new int of 5. ഇതും കറക്റ്റ് ആണ്. ജാവയിലെ ആണ് ഇവര് ഡിക്ലറേഷൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇന്റ് array of ഈക്വൽ ടു, ഇത് ഈക്വൽ ടു ആണ്, ഈക്വൽ ടു int of 5 new. ദിസ് ഇസ് നോട്ട് റൈറ്റ്, ഇറ്റ്സ് റോങ്. ഇനി ഇതെന്താണ്, ഇന്റ് array of is equal to new. ഇത് new int of 5. ഇതും എയും ഡിയും സെയിം തന്നെയല്ലേ. So this is correct only. Okay, so the I mean, which of these is an incorrect array declaration? Incorrect ആയിട്ടുള്ള array declaration വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതാണ് നിങ്ങൾ പബ്ലിക് ചെയ്യേണ്ടി വരിക. ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം വേർ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കോസസ് an exit? ഓപ്ഷൻ എ ഫ്രം innermost loop. ഓൺലി ഫ്രം innermost loop അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഫ്രം innermost loop എന്ന് പറയായിരുന്നെങ്കിൽ ഓക്കെ, ഇറ്റ് വാസ് റൈറ്റ്. terminates a program. This is not right. ഇനി ഓൺലി ഫ്രം ഇന്നർമോസ്റ്റ് സ്വിച്ച്, ഓൺലി വന്നതുകൊണ്ട് അത് റോങ് ആവുന്നു. ഇന്നർമോസ്റ്റ് സ്വിച്ച് എന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് സാധിക്കും നമുക്ക്. ഇന്നർമോസ്റ്റ് ലൂപ്പ് എന്നും അതുപോലെ തന്നെ ഇന്നർമോസ്റ്റ് സ്വിച്ച് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഗിവൺ ഇൻ ഓപ്ഷൻ ഡി, ഫ്രം ഇന്നർമോസ്റ്റ് ലൂപ്സ് ഓർ സ്വിച്ചസ്. ഏതിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Let's move to the next question. Which of these can be used to fully abstract class from its implementation? ഇതിൽ പറയുന്നുണ്ട് fully abstract a class from its implementation.
നമുക്ക് 1 by 1 ആയിട്ട് ഓപ്ഷൻസ് നോക്കാം. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻസസ് ഓഫ് ക്ലാസ്. അതെന്ന് പറയുന്ന അബ്സ്ട്രാക്ഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ. ഇനി ഓപ്ഷൻ ബി പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് റിലേറ്റഡ് ടു ക്ലാസസ് ബട്ട് ഡു നോട്ട് പ്രൊവൈഡ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ. നൗ കമ്മിങ് ടു ഇന്റർഫേസസ്, തേർഡ് ഓപ്ഷൻ. ദിസ് ഇസ് റൈറ്റ്. ജാവയ്ക്കകത്ത് ആക്ച്വലി 100% അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർഫേസസ് ആണ്. അത് അങ്ങനെ ആ ഒരു സെന്റൻസ് ആയി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ മെറ്റീരിയൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നൺ ഓഫ് ദ എബോവ് പിന്നെ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ജാവയ്ക്കകത്ത് അബ്സ്ട്രാക്ഷൻ ഇന്റർഫേസസ് വഴി മാത്രമല്ല അബ്സ്ട്രാക്ട് ക്ലാസസ് വഴി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ 100% അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർഫേസസ് മാത്രമാണ്. ഓക്കെ. That's why we chose the option C. Let's move to the next question. Which of these keywords are used for the block to handle the exceptions generated by try block? Try block-നകത്ത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള എക്സെപ്ഷൻ എന്തായാലും ട്രൈ ബ്ലോക്കിനകത്ത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ എ ഈസ് റോങ്. ഇനി ട്രൈ ക്യാച്ച്. സോ ക്യാച്ച് ഈസ് പോസിബിൾ. ഓപ്ഷൻ ബി ഈസ് ട്രൂ. പിന്നെ ഇനി ത്രോ എന്ന് പറയുന്നത് ഇത് ക്യാച്ച് ചെയ്യോ? ഇത് ക്യാച്ച് ചെയ്യില്ല. അതായത് എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ത്രോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ത്രോ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ടു എക്സ്പ്ലിസിറ്റ്ലി ത്രോ ആൻ എക്സെപ്ഷൻ ഇൻസൈഡ് എ മെത്തേഡ് ഓർ ബ്ലോക്ക്. സോ ദിസ് ഇസ് റോങ്. ഇനി ഓപ്ഷൻ ഡി ചെക്ക്. ആക്ച്വലി ചെക്ക് എന്ന് പറഞ്ഞിട്ട് ജാവയ്ക്കകത്ത് ഒരു കീവേഡ് തന്നെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. ദാറ്റ് ഈസ് റോങ് ഐ തിങ്ക്. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്യാച്ച്. Let's move to the next question. Which one is a valid declaration of a boolean? Boolean b1 is equal to 1. അങ്ങനെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം ജാവയ്ക്കകത്ത് ഇൻഡിജേഴ്സ് ഉണ്ടല്ലോ, 1ഓ 0യോ, അത് ബൂളിയൻ വാല്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല ജാവയ്ക്കകത്ത് കേട്ടോ. പക്ഷെ മറ്റ് ലാംഗ്വേജസ് ലൈക്ക് സിയിലൊക്കെ ആണെങ്കിൽ 1 represents true and 0 represents false. ജാവ ജസ്റ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബൂളിയൻ അസൈൻമെന്റ് അലോ ചെയ്യുള്ളൂ. നോക്കൂ, ഇവിടെ നോക്കൂ, ഈ ബിയും ഡിയും കണ്ടാൽ തന്നെ നമുക്കറിയാം റോങ് ആണെന്ന്. കാരണം അതിൽ രണ്ടിലെന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ആയിട്ടാണ്, ഒരു ക്യാരക്ടർ ലിറ്ററൽ ആയിട്ടാണ് വാല്യൂസ് അസൈൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഈ കോഡ്സ് യൂസ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത് ക്യാരക്ടർ ലിറ്ററൽ ആയിട്ടാണ് അല്ലെങ്കിൽ ക്യാർ ആയിട്ടാണ് ഇത് അസൈൻമെന്റ് നടക്കുന്നതെന്ന്. സോ ബി ആൻഡ് ഡി ആർ റോങ് ആൻഡ് ഇൻകറക്റ്റ്. ആൻഡ് കമ്മിങ് ടു ഓപ്ഷൻ സി, വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് റൈറ്റ്. ബൂളിയൻ ഏതാണോ വേരിയബിൾ നെയിം വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോൾസ്. ഇവിടെ ഈ ഫോൾസിന് വരെ നമുക്ക് വേണമെങ്കിൽ ട്രൂവും കൊടുക്കാവുന്നതാണ്. അതും വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. Let's move to the next question. Which of the following is a valid declaration of an object of class box? Class boxന്റെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒബ്ജക്ട് ഡിക്ലറേഷൻ ആണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് യൂഷ്വലി നമ്മളൊരു ഒബ്ജക്ട് ഡിക്ലെയർ ചെയ്യുക? അതായത് ഒരു ക്ലാസ് നെയിം തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ന്യൂ, ആ ക്ലാസ് നെയിം ഏതാണോ അത്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. അതാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ളത് ന്യൂ ബോക്സ് ഓഫ് എന്നുള്ളത് മിസ്സിംഗ് ആണ്. സോ ദിസ് ഇസ് ഫോൾസ്. ദെൻ ഒബ്ജക്റ്റ്, ആരുടെ ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ്, എവിടത്തെ ഒബ്ജക്റ്റ്, ഫോൾസ്. ന്യൂ ബോക്സ് ഒബ്ജക്റ്റ്, ഇതും ഫോൾസ് ആണ്. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അത് നമ്മൾ സിന്റാക്സ് ഓൾറെഡി നോക്കി. ഒന്നുകൂടെ ഞാൻ പറയുവാണ്. ക്ലാസ് നെയിം കൊടുക്കും, ദെൻ ഒബ്ജക്ട് നെയിം എന്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന കീവേഡ്, എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ന്യൂ ക്ലാസ് നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ദ കൺസ്ട്രക്ടർ കോൾ ദാറ്റ് ക്രിയേറ്റ്സ് ദ ഒബ്ജക്ട് ഇൻ മെമ്മറി. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഈസ് സപ്പോർട്ടഡ് ബൈ മെത്തേഡ് ഓവർറൈഡിംഗ് ഇൻ ജാവ? മെത്തേഡ് ഓവർറൈഡിംഗ് ഇൻ ജാവയെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. മെത്തേഡ് ഓവർറൈഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഫീച്ചർ ഇൻ ജാവ ദാറ്റ് അലോസ് എ സബ് ക്ലാസ് ടു പ്രൊവൈഡ് എ സ്പെസിഫിക് ഇംപ്ലിമെന്റേഷൻ ഓഫ് എ മെത്തേഡ് ദാറ്റ് ഈസ് ഓൾറെഡി ഡിഫൈൻഡ് ഇൻ ഇറ്റ്സ് സൂപ്പർ ക്ലാസ്. അതായത് ഇൻഹെറിറ്റൻസ് നടന്നുണ്ട് വെച്ചാൽ ഒരു ക്ലാസ് മറ്റു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരന്റ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ബേസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൽ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മെത്തേഡ് ഓവർറൈഡിംഗ് എന്ന് പറയാം. ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് മെത്തേഡ് ഓവർറൈഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും.
ആ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് വേണമെങ്കിൽ നമുക്ക് ഓവർറൈഡ് ചെയ്യാം. മെത്തേഡ് ഓവർറൈഡിങ് ഇറ്റ്സെൽഫ് ഈസ് സ്പെസിഫിക്കലി റിലേറ്റഡ് ടു പോളിമോർഫിസം. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പോളിമോർഫിസവുമായിട്ട് റിലേറ്റഡ് ആണ്. നൗ ഓപ്ഷൻ ബി എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡിങ് ഡേറ്റ ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ഡയറക്റ്റ് ആക്സസ്. അത് മെത്തേഡ് ഓവർറൈഡിംഗ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. സോ നെക്സ്റ്റ് പോളിമോർഫിസം, അതല്ലേ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ ആക്ച്വലി നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നു. ആ മെത്തേഡ്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റും. So method overriding itself is specifically related to polymorphism. So we can say that the right answer, correct answer is option C, polymorphism. Method overriding actually നമ്മളിത് പഠിച്ചിട്ടുണ്ട്, നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത. ഇത് റൺ ടൈം പോളിമോർഫിസം ആണ് മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറയുന്നത്. അതായത് റൺ ടൈമിലാണ് റിസോൾവ് ചെയ്യുന്നത് മെത്തേഡ് കോൾ. ഓക്കെ, റൺ ടൈമിലാണ് ഡിസിഷൻ എടുക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്കൊരു കോഡ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്, അതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഉണ്ട്. മെയിൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഉണ്ട്. ഇന്റ് var is equal to 5, var 1 is equal to 5. Okay, var 2 is equal to 6, var 2 is equal to 1. അതായത് 1 എന്നുള്ള വാല്യൂ വേരിയബിൾ 2-ല് എന്ത് ചെയ്യാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇപ്പൊ വേരിയബിൾ 2-വിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുകയാണ് ഇവിടെ വെച്ചിട്ട്, അല്ലെ? 2 is equal to 1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യാണ് ഇത് ഈക്വൽ ടു var 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. 1 ഈക്വൽ ടു 5 ആണോ? ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് വേരിയബിൾ 2 വിച്ച് ഇസ് 1. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സിസ് ഔട്ട് പ്ലസ് വേരിയബിൾ 2. അപ്പൊ എത്രയാണ് നമുക്ക് വാല്യൂ വരിക? വേരിയബിൾ 2 ഇവിടെ വെച്ചിട്ട് അസൈൻമെന്റ് കഴിഞ്ഞല്ലോ എന്തായാലും. സോ 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 അല്ലേ? സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക ഒറ്റ സ്റ്റേജിലാണ്. അതായത് ഇവിടത്തെ ഈ അസൈൻമെന്റ് ഇവിടെ ആക്ച്വലി വേരിയബിൾ 2-നെ റീറൈറ്റ് ചെയ്യുമോ? കാരണം ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്ന സ്ഥിതിക്ക് വേരിയബിൾ 2-വിന്റെ വാല്യൂ 6 ആയി തന്നെ കണ്ടിന്യൂ ചെയ്യുമോ അതോ 1 ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് ഡൗട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 6 എന്നുള്ള വാല്യൂ അല്ല ഈ സെക്കൻഡ് വേരിയബിള് ഹോൾഡ് ചെയ്യുന്നത്, 1 എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്ലാസ് മെമ്പർ ഡിക്ലയർഡ് പ്രൊട്ടക്റ്റഡ് ബിക്കംസ് എ മെമ്പർ ഓഫ് സബ് ക്ലാസ് ഓഫ് വിച്ച് ടൈപ്പ്? അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് മെമ്പർ ബിക്കംസ് എ മെമ്പർ ഓഫ് സബ് ക്ലാസ് ഓഫ് വിച്ച് ടൈപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ക്ലാസ് മെമ്പർ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ സെയിം ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. സെയിം പാക്കേജിൽ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ ബൈ സബ് ക്ലാസസ്, അത് ഇപ്പോ ഈവൻ ഇഫ് ദേ ആർ ഇൻ ഡിഫറെന്റ് പാക്കേജസ്. ഓക്കെ, അപ്പോ പ്രൊട്ടക്റ്റഡ് നമുക്ക് ഇങ്ങനെയെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോ ഒരു ക്ലാസ് മെമ്പർ പ്രൊട്ടക്റ്റഡ് ആയി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ബൈ എ സബ് ക്ലാസ് ആൻഡ് റിമെയിൻസ് പ്രൊട്ടക്റ്റഡ് ഇൻ ദ സബ് ക്ലാസ് എന്ന് പറഞ്ഞൂടെ? അതായത് സബ് ക്ലാസ്സിന് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ടു അതർ ക്ലാസസ് ഔട്ട്സൈഡ് ദി പാക്കേജ്. ഇൻഹെറിറ്റൻസ് വഴി ആക്സസ് ചെയ്തിട്ടില്ലാത്ത കേസിൽ മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പബ്ലിക് മെമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ടോ? പബ്ലിക് മെമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആക്സസിബിൾ ഫ്രം എനിവേർ, അല്ലെ? വിത്തിൻ ദ ക്ലാസ് ആവാം, പാക്കേജ് ആവാം, സബ് ക്ലാസ് ആവാം, ഈവൻ ഫ്രം എക്സ്റ്റേണൽ ക്ലാസസ്. സോ എ ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ തന്നിട്ടുള്ളത് സ്റ്റാറ്റിക് മെമ്പർ ആണ്. സ്റ്റാറ്റിക് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏത് ക്ലാസ്സിലാണോ ഉള്ളത് ആ ക്ലാസ് ഇറ്റ് ബിലോങ്സ് ടു ദാറ്റ് ക്ലാസ് ഇറ്റ് സെൽഫ്. ഓക്കെ, നോട്ട് ടു ഇൻസ്റ്റൻസസ് ഓഫ് ദ ക്ലാസ്. അതിന്റെ ഇൻസ്റ്റൻസസിന് പോലും പിന്നെ അതിന് പോലും ബിലോങ് ചെയ്യുന്നില്ല. ഒരു പ്രൊട്ടക്റ്റഡ് മെമ്പർ വേണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ആവാം, പക്ഷെ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് സ്റ്റാറ്റിക് ആവണമെന്നില്ല. ഈ പ്രൊട്ടക്റ്റഡ് കീവേഡ് വിസിബിലിറ്റിനെ കൺട്രോൾ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക്
കൺട്രോൾ ചെയ്യുന്നത് സ്കോപ്പിനെ അതുപോലെ തന്നെ മെമ്മറി അലോക്കേഷനെയാണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് സബ് ക്ലാസ്സിനകത്ത് എന്ത് ആക്സസ് ടൈപ്പ് ആയി മാറും, ഏത് ടൈപ്പ് ആയിട്ട് മാറും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രൊട്ടക്റ്റഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എ സ്റ്റാറ്റിക് മെമ്പർ. ഇനി ഓപ്ഷൻ സി നോക്കൂ, പ്രൊട്ടക്റ്റഡ് മെമ്പർ. ഞാനിപ്പോ ഈ ക്ലാസ് മെമ്പറിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് ഞാൻ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യാണ്, അതല്ല എന്റെ സബ് ക്ലാസ്. അപ്പൊ എന്റെ ഈ ക്ലാസിന്റെ സബ് ക്ലാസ്സിനകത്ത് എനിക്ക് ഈ മെമ്പർ ഏത് ടൈപ്പിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക, പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെയല്ലേ കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ഇത് മനസ്സിലാക്കി വെക്കുക, പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ആൻഡ് റിമെയിൻ പ്രൊട്ടക്റ്റഡ് ഇൻ ദ സബ് ക്ലാസ് allowing controlled access across packages. ഓക്കെ. ഇനി ഓപ്ഷൻ ഡി, പ്രൈവറ്റ് മെമ്പർ. പ്രൈവറ്റ് ആവോ? ഇല്ല. പ്രൈവറ്റ് മെമ്പേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് സെയിം ക്ലാസ്സിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അത് മറക്കരുത് കേട്ടോ. അതായത് സൂപ്പർ ക്ലാസ്സിനകത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പർ ഉണ്ടെങ്കിൽ ഇറ്റ് സബ് ക്ലാസ് കനോട്ട് ആക്സസ് ഇറ്റ് ഡയറക്ട്ലി. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് റിമെയിൻ പ്രൊട്ടക്റ്റഡ് ഇൻ സബ് ക്ലാസസ് ആൻഡ് ഡു നോട്ട് ബിക്കം പ്രൈവറ്റ്. ഓക്കെ, അതാണ് ഫോർത്ത് ഓപ്ഷൻ റോങ് ആവാനായിട്ടുള്ള കാരണം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ? ഓക്കെ, ആൻഡ് ബിറ്റ്വൈസ് ആൻഡ് അല്ലേ ഇത്. സോ ഇത് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ആണ്. ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞു പോവാണേ. അതായത് ബിറ്റ്വൈസ് ആൻഡ് ഓപ്പറേറ്റർ, സേ നമുക്കൊരു ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 5. ബൈനറിയിൽ ഞാൻ ഇതിനെ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? 0 1 0 1 അല്ലേ വരിക. ആൻഡ് അനദർ വേരിയബിൾ ബി ഇസ് ഈക്വൽ ടു സേ 3. 3 എന്ന് പറയുമ്പോൾ 0 0 1 1 അല്ലേ. ഇനി ഇൻറ്റ് ആർ ഇസ് ഈക്വൽ ടു ഞാൻ പറയാണ് R1 ഇസ് ഈക്വൽ ടു ഞാൻ പറയാണ് എ ആൻഡ് ബി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നടക്കുന്നത് ബിറ്റ് വൈസ് ഇതിനെ ആൻഡ് ചെയ്യും. 0 1 0 1 ആൻഡ് 0 0 1 1. അപ്പം എനിക്ക് എത്ര ആൻസർ കിട്ടുക? 1 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് ആൻഡ് ഇസ് ഈക്വൽ ടു ബിറ്റ് വൈസ് ആൻഡ് അസൈൻമെന്റ്. ഇതിന്റെ മീനിങ് ആക്ച്വലി ഇറ്റ് കമ്പൈൻസ് ബിറ്റ് വൈസ് ആൻഡ് അസൈൻമെന്റ് ആണ്. ഞാൻ ഇപ്പൊ പറയാണ് ഈ ആൻഡ് അസൈൻമെന്റിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. ഇൻറ്റ് നോട്ട് എ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇത് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ആണെന്നുള്ളത് പിന്നെ മനസ്സിലായല്ലോ. ഇനി ഇൻറ്റ് ഞാനൊരു വാല്യൂ കൊടുക്കുവാണ്, എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് പറയുന്ന വാല്യൂ. 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 1 1 0 അല്ലേ. എന്നിട്ട് ഞാൻ പറയാണ് എക്സ് ആൻഡ് ഇസ് ഈക്വൽ ടു 3. 3 എന്ന് പറയുമ്പോൾ 0 0 1 1. എക്സ് ആൻഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് 3. ഇവിടെ ഒരു ബിറ്റ്വൈസ് ഓപ്പറേഷൻ അല്ലേ നടക്കുന്നത്. ഇനി അടുത്തത് ബിറ്റ്വൈസ് ഓർ അസൈൻമെന്റ് ആണ്. ആൻഡിന് പകരം ഓർ ചെയ്യുന്നു. സോ ഇതും ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ആണ്. ഇനി ലെസ് ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയുന്നത്. സോ നോട്ട് എ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ എന്നുള്ളതിന്റെ പിന്നെ ആ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. Now let's move to the next question. Thread priority in Java is ആൻസർ ഓപ്ഷൻ എ ഇൻറ്റിജർ. അതായത് ത്രെഡ് പ്രയോറിറ്റീസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻറ്റിജർ വാല്യൂസ് ആയിട്ടാണ് ജാവയ്ക്കകത്ത്. അതായത് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 എന്ന് പറയുമ്പോൾ മിനിമം ടു 10 എന്ന് പറയുമ്പോൾ മാക്സിമം. ഓക്കെ, ഒരു ഡിഫോൾട്ട് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് 5 ആയിരിക്കും. ഓക്കെ, ത്രെഡിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ജാവയ്ക്കകത്ത്. സെറ്റ് പ്രയോറിറ്റി ഓഫ് ഇൻറ്റ്. എന്താണ് പ്രയോറിറ്റി വെച്ചാൽ ആ പ്രയോറിറ്റി ഇത് ത്രെഡ് ക്ലാസ്സിനകത്തുള്ള മെത്തേഡാണ് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം റോങ് ആണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് മെത്തേഡ്സ് ഈസ് പാർട്ട് ഓഫ് അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്? അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് ജാവ AWT നമ്മൾ പഠിച്ചു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പെയിന്റ് ആണ്. അതായത് പെയിന്റ് ഓഫ് ഗ്രാഫിക്സ് ജി എന്നും പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് ഇതിനകത്ത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി കോമ്പണന്റ് ക്ലാസ് ആൻഡ് അത് യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് ഓപ്പറേഷൻസിനാണ്. ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻസിലെ ഡ്രോയിങ് ഓപ്പറേഷൻസിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന പെയിന്റ് മെത്തേഡ് ഇറ്റ് ഈസ് ഓവർ റിഡൻ ഇൻ എ ജാവ AWT കോമ്പണന്റ് ടു ഹാൻഡിൽ കസ്റ്റം ഗ്രാഫിക്സ് റെൻഡറിങ്. ആക്ച്വലി ഒരു റീഡ്രോൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ
ലൈക്ക് വിൻഡോ റീസൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക എന്നിട്ട് റീസ്റ്റോർ ചെയ്യുക അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഈ പെയിന്റ് മെത്തേഡ് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും. ഓക്കെ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ AWT ഇല്ല. പിന്നെ ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് AWT അകത്ത് ഡയറക്ട്ലി പാർട്ട് അല്ല, അത് ഗ്രാഫിക്സ് ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡാണ്. ഇനി ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ജാവ സീരിയലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ്, AWT മെത്തേഡ് ഒന്നും അല്ല. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പെയിന്റ്. Now let's move to the next question. The dash attribute of applet tag specifies the amount of horizontal blank space the browser should leave surrounding the applet. Right answer is option B, h space is equal to pixels. അതായത് HTML-നകത്ത് applet എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. വെബ് പേജസിനകത്ത് ജാവ അപ്ലെറ്റ്സ് എംബഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്. ഇതിപ്പോ ഒബ്സലീറ്റ് ആണ്, പക്ഷെ ഇത് ഈ എക്സാം നടക്കുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് ഈ എച്ച് സ്പേസ് ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് amount of horizontal blank spaces in pixels. പിക്സൽസിൽ എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യും. അതായത് ഈ എച്ച് സ്പേസ് സെറ്റ് ചെയ്താൽ ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഉണ്ടല്ലോ ലെഫ്റ്റിലെയും റൈറ്റിലെയും അപ്ലെറ്റിന്റെ, അത് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതൊരു മെഷേർഡ് ഇൻ പിക്സൽസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ളത് എന്ന് പറയാം സ്പേസ് ഈക്വൽ ടു പിക്സൽ, അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് തന്നെ ഇല്ല ആപ്ലെറ്റിന്. ഇനി എച്ച് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു പിക്സൽ, നോട്ട് എ വാലിഡ് ആട്രിബ്യൂട്ട്. ഇനി എച്ച് ബ്ലാങ്ക് ഇസ് ഈക്വൽ ടു, എച്ച് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് HTML ആട്രിബ്യൂട്ട് പോലും അല്ല. ഓക്കെ. സോ ദാറ്റ് ഇസ് ഓൾസോ ഫോൾസ്. എച്ച് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദ ഹൊറിസോണ്ടൽ സ്പേസ് അറൌണ്ട് ദി applet. That's why option B is the right answer. Now let's move to the next question. The dash method is defined by the AWT, which causes the AWT runtime system to execute a call to your applet's update method. Right answer is option C, repaint. AWT repaint എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ AWT runtime system എന്ത് ചെയ്യും, അപ്ലെറ്റിന്റെ അപ്ഡേറ്റ് മെത്തേഡിലേക്ക് ഒരു എക്സിക്യൂഷൻ കോള് പോവും. ഈ അപ്ഡേറ്റ് മെത്തേഡ് ആണ് എന്ത് ചെയ്യുന്നത്, സ്ക്രീൻ റീപെയിന്റ് ചെയ്യുന്നതിന് മുൻപ് ക്ലിയർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി എക്സ്പ്ലിസിറ്റ്ലി മോസ്റ്റ് കേസസിൽ കോള് ചെയ്യപ്പെടുന്നില്ല. ഈ അപ്ഡേറ്റ് മെത്തേഡ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റ് മെത്തേഡ് ഉണ്ടല്ലോ, പെയിന്റ് ഓപ്ഷൻ ബി, അത് ഇൻവോക്ക് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കലി. അതെന്താണ് ചെയ്യുക, ആ കോമ്പണന്റിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. That's why I am saying that the right option is repaint. അതായത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. റീപെയിന്റ് എന്ന് പറയുന്ന മെത്തേഡ് ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അപ്ഡേറ്റ് മെത്തേഡ് ഇൻവോക്ക് ആവും. അപ്ഡേറ്റ് മെത്തേഡ് ഇൻവോക്ക് ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുന്ന ഒരു മെത്തേഡാണ് പെയിന്റ് മെത്തേഡ്. സോ ഇവിടെ വരേണ്ട ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, റീപെയിന്റ് ആണ്. ഓക്കെ. പിന്നെ റീ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് AWTക്ക് അകത്ത് എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല. Now let's move to the next question. Dash package in Java contents language utility classes such as vectors, hash tables, random numbers, date, etc. അതിന്റെ ആൻസർ നമുക്കറിയാം, java.util. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. java.util പാക്കേജിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്ടിലിറ്റി ക്ലാസ്സസ് ഉണ്ട്. ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂട്ടിലിറ്റി ക്ലാസ്സസ് ഉണ്ട്. ലൈക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സ്, വെക്ടർ, ഹാഷ് ടേബിൾ, അറേ ലിസ്റ്റ്, ഹാഷ് മാപ്പ്, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം യൂട്ടിലിറ്റീസ് ലൈക്ക് ഡേറ്റ് കലണ്ടർ. പിന്നെ റാൻഡം നമ്പർ ജനറേഷന് വേണ്ടിയിട്ട് റാൻഡം എന്ന് പറയുന്ന ക്ലാസ്. ദെൻ കളക്ഷൻ ഫ്രെയിംവർക്സ് ലൈക്ക് കളക്ഷൻ, ലിസ്റ്റ്, സെറ്റ്, മാപ്പ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. java.awt അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് ആണ് AWT. അത് GI ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ, യൂട്ടിലിറ്റി ക്ലാസ്സസ് അല്ല. ഇനി java.net ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നെറ്റ്വർക്കിംഗ് ഓപ്പറേഷൻസ് സച്ച് ആസ് സോക്കറ്റ്, URL ആൻഡ് HTTP URL കണക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി java.lang ആണെങ്കിലോ കണ്ടെയ്ൻസ് ഫണ്ടമെന്റൽ ജാവ ക്ലാസ്സസ് ലൈക്ക് സ്ട്രിംഗ്, മാത്ത്, ത്രെഡ്, സിസ്റ്റം, എക്സെട്ര. യൂട്ടിലിറ്റി പ്രോഗ്രാംസിനൊന്നും ഇത് ആവശ്യമില്ല ഈ java.lang. ബട്ട് ജാവ പ്രോഗ്രാംസിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് java.lang എന്ന് പറയുന്നത്. ഓക്കെ. Now let's move to the next question. The question is HTML stands for Hypertext Markup Language, which is option A, obviously. Okay. So
here I am winding up this session. We have already discussed 25 questions today. The remaining questions will be continued in next video tomorrow. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ 125 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കവർ ചെയ്യുന്നത്. അത് മറക്കരുത്. So here I am signing off. Your study partner Click. Stay focused on what really matters.